കൂട്ടുകാരെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടായാലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ ഇത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇത് മുട്ടയല്ലേ, ഇത് ഓംലെറ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ അതെ, ഇത് മുട്ടയല്ലാന്നും ഓംലെറ്റ് അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുട്ട ഒരു ബൗളിലേക്ക് പൊടിച്ചൊഴിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും തക്കാളിയും ഞാൻ ഓരോന്ന് എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ തക്കാളിയും സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അത്രയേ ആവശ്യമുള്ളൂ, ബീറ്ററൊന്നും വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും നമ്മൾ സാധാരണ ഓംലെറ്റ് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേശം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് 1-2 ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്തിട്ടുള്ള കോണാണ്, സ്വീറ്റ് കോണാണ്. അപ്പോൾ അത് ഞാനിതിലേക്ക് ഒരു പിടി കോണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ, നല്ല രസമായിട്ട് നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതിന് മുകളിൽ ഞാൻ കുറച്ചുകൂടി ആ ഒരു പിടി കോണ് വേവിച്ചതിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ തന്നെ സവാളയും തക്കാളിയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ എരിവൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഈ ഒരു മുട്ടയുടെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു മിക്സിലിട്ടിട്ട് അടിക്കുന്നതിനേക്കാളും ഇങ്ങനെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ചൂടാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ് വേണ്ടവർക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു മൂടി വെച്ച് അടച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പോഴേക്കും നമ്മുടെ മുട്ടയുടെ ആ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരിക്കും. മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുക്കായി വരും. ഇനി അത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് ആ ഭാഗം കൂടി നന്നായി ഒന്ന് ചൂടാക്കി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സംഭവം കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഇതിന് നമുക്കൊരു കുട്ടി പിസ്സയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ചീസും പിന്നെ നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചിക്കൻ ചെറിയ പീസുകളായിട്ട് വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ വീക്കെൻഡിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു സൂപ്പർ സ്നാക്കാണ്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു മുട്ടയുടെ ഒരു 2 പീസ് കഴിച്ചാൽ മതിയാവും, കാരണം അത്രയും ടേസ്റ്റിയാണ്. പിന്നെ കോണും അതുപോലെ സവാളയും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രാവിലെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഉള്ളിൽ വെച്ച് റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ നമ്മൾ സാൻഡ്വിച്ച് പോലെയൊക്കെ ആക്കിയിട്ട് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ചോറിൻ്റെ കൂടെ ഇതിനൊരു പീസ് ഉണ്ടെങ്കിൽ ഒരു സൈഡ് ഡിഷ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ സ്ഥിരം ഉണ്ടാക്കി കഴിക്കുന്നവരോടല്ല ഈ ഒരു വീഡിയോ, ഞാൻ അവർക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ, ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് കാണുമ്പോൾ തന്നെ കമൻറ്റിലൂടെ ഇങ്ങനെ ഇത് മുട്ടയല്ലേ, ഇത് ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്നതാണെന്നൊന്നും ആരും കമൻറ്റ് ചെയ്തിരിക്കേണ്ട. കാരണം നിങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ, നിങ്ങൾ കാണണമെന്നില്ല, നിങ്ങളുടെ സമയം കളയണ്ട. പക്ഷേ ഇതുപോലെ എഗ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കോണൊന്നും ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.